ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഷൂസ് കിച്ചൺ. അപ്പോൾ ഇതാ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ ബോളിയുടെ റെസിപ്പിയുമായിട്ടാണ്. പായസവും ഒഴിച്ച് തിന്നാലുണ്ടല്ലോ, ഒന്നും പറയാനില്ല. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബോളി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് കടലപ്പരിപ്പാണ്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 4 വിസിൽ അടുപ്പിച്ചെടുക്കാൻ വെക്കാം. ഈ ടൈം നമുക്ക് മാവ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദ, അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുക്കാം. ഇത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം. സോഫ്റ്റായി ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ടൈം കുക്കർ 4 വിസിൽ അടിച്ചിട്ടുണ്ട്. അത് ഓഫ് ചെയ്യാം. ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തുറന്ന് നോക്കാം. പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ആറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് ശർക്കരയും ഇട്ട് കൊടുക്കാം. നിങ്ങളടുത്ത് ശർക്കര ഇല്ലെങ്കിൽ അതിന് പകരമായി പഞ്ചസാര ചേർത്താൽ മതി. ശർക്കര ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഈ പരിപ്പിൽ കിടന്ന് പഞ്ചസാരയും ശർക്കരയും നന്നായി ഉരുക്കിയെടുക്കാം. പരിപ്പും ശർക്കരയും പഞ്ചസാരയും കൂടി നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ കുഴച്ച് വെച്ച മാവ് കയ്യിൽ ഒരൽപ്പം എണ്ണ തടവിക്കൊടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ച പരിപ്പിൻ്റെ ഫില്ലിംഗ് വെച്ച് മാവ് ഇതുപോലെ ആക്കി കൊടുക്കാം. ഒരു ബട്ടർ പേപ്പർ എടുത്ത് അതിന് മുകളിലായി മാവ് വെച്ച് വേറൊരു ബട്ടർ പേപ്പർ അതിന് മുകളിലായി വെച്ച് കൊടുത്ത് ഇങ്ങനെ പരത്തിയെടുക്കാം.
പരത്തിയെടുത്ത ഉടനെ പാനിലേക്ക് നെയ്യ് തടവി ഇട്ട് കൊടുക്കാം. ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കാം. ചപ്പാത്തി എല്ലാം ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പായസവും കൂട്ടി കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്